അതെ. ഒരു അർജന്റ് ക്രൈസിസ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ICML ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ നേഴ്സസ് എന്നുള്ളതാണ്. ഇവര് നമ്മുടെ ഈ എന്താ പറയുക WHO എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിസ്റ്റമാണ്. അതായത് ഇപ്പം ഓരോ രാജ്യങ്ങളിലും നഴ്സിംഗ് കൗൺസിൽ ഉണ്ട്. ഇന്ത്യക്കുണ്ട്, കാനഡയ്ക്കുണ്ട്, ഓസ്ട്രേലിയക്കുണ്ട്. ഓരോ രാജ്യങ്ങളിലും അവരവരുടെയായിട്ട് നഴ്സിംഗ് കൗൺസിൽ ഉണ്ട്. ഈ നഴ്സിംഗ് കൗൺസിലുകളുടെ ഭാഗമാകുന്ന, അതായത് ബാങ്ക്, ലോക ബാങ്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഓർത്താൽ മതി. ഒത്തിരി നഴ്സിംഗ് കൗൺസിലുകൾ മെമ്പർ ആയിരിക്കുന്ന ഒരു ബോഡി. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കകത്ത് ഒരു ബ്രോഡർ വിഷൻ ഉണ്ട്. നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ, ഇന്ത്യക്കകത്ത് നഴ്സിംഗ് കൗൺസിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ബോഡി ആയിക്കോട്ടെ, അവരെ കുറിച്ച് മാത്രമേ പറയൂ. ആ രാജ്യത്തിന് വേണ്ട വർക്ക് ഫോഴ്സിനെ കുറിച്ചും, ആ രാജ്യത്തിന് എന്തുമാത്രം ഡോക്ടർമാരെ വേണം, എത്ര IT-കാരെ വേണം, എത്ര എഞ്ചിനീയർമാരെ വേണമെന്ന് പറയത്തുള്ളൂ. ഇവരെന്ന് പറഞ്ഞത് ചിലരുടെ ബ്രോഡർ ആസ്പെക്റ്റീവിൽ ഇന്ത്യൻ രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അടുത്ത 20 വർഷത്തിലൂടെ എന്തുണ്ടാകും എന്ന ടൈപ്പിൽ ചിന്തിക്കാനും അല്പം കൊണ്ടൊരു പ്ലാനിങ്ങും ഗൈഡൻസും തരാനും പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ, അവർ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു കോൾ ഔട്ട് ചെയ്തിരിക്കുന്നു. വൾണറബിൾ കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ള ആ ടേം ശരിക്കും ഇപ്പോൾ ഇല്ല. അത്രയും അങ്ങോട്ട് അതത്രയും നമ്മൾ പറയാം, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചില്ലേ വികസിത രാജ്യം എന്നൊക്കെ പഠിച്ചില്ലേ. ആ സാധനം ഇത്ര അങ്ങോട്ട് ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. തേർഡ് വേൾഡ് കൺട്രി എന്നുള്ള സാധനങ്ങളും ആൾക്കാർ കഴിവത് ഒഴിവാക്കുകയാണ്. ഏത് ഡിസേബിൾ എന്ന് പറയുന്ന ആ വാചകം ഒഴിവാക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ ഒരു ഒഴിവാക്കുകയാണ്. ഇത്തരം വാചകങ്ങൾ എത്രയും ഒരു പ്രസ് വേൾഡിനകത്ത് അല്ലെങ്കിൽ പ്രസ് കൾച്ചറിനകത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വൾണറബിൾ കൺട്രീസ്, അതായത് ഇപ്പം ആഫ്രിക്ക, ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിനകത്ത് പലത് ഒത്തിരിയേറെ ആളുകളുണ്ട്. അതുപോലെ വർക്ക് ഫോഴ്സ് അപ്പോൾ അവിടെ ആവശ്യമുണ്ട്. ഹെൽത്ത് ഫീൽഡിലായിക്കോട്ടെ, മറ്റുള്ള ഫീൽഡുകളിലായിക്കോട്ടെ, വർക്ക് ഫോഴ്സ് ആവശ്യമുള്ള കൺട്രികൾ. അവിടെ ഇപ്പോൾ ഈ കൊറോണ മുതൽ ഇങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ എന്നാണ് പറയേണ്ടത്. പണ്ട് നമ്മൾ ചൊല്ലുന്നത് ബ്രെയിൻ ഡ്രെയിൻ എന്നാണ്. നമ്മുടെ കൺട്രി നമ്മുടെ ആൾക്കാരെ പഠിപ്പിച്ച് വലുതാക്കി അവരെ ഒരു പ്രൊഫഷണലാക്കി മാറ്റുന്നു. നമ്മുടെ കൺട്രി അതിനുവേണ്ടി ഒത്തിരി പൈസ ചിലവാക്കുന്നുണ്ട്. നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിലും ആ ടാക്സിൻ്റെ ഇനത്തിലും മറ്റുള്ള കാര്യങ്ങൾക്കതൊക്കെ കൺട്രിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അങ്ങനെ പഠിപ്പിച്ചിറക്കി വലുതാക്കി ദ ബ്രെയിൻ ഈസ് ഓൺ ബൈ ആസ് എന്ന് പറയുന്ന മൊമെന്റിൽ ആ കാൻഡിഡേറ്റ് പറഞ്ഞു, സോറി, ഞങ്ങൾ പഠിത്തം കഴിഞ്ഞു, ഇനി ഞങ്ങൾ അടുത്ത രാജ്യത്തോട് പോവാണ്. കാരണം എന്തുവാ, ഹയർ സാലറി ഇവിടെ കിട്ടും. ഇതിനാണ് ബ്രെയിൻ ഡ്രെയിൻ വിളിക്കുന്നത്. അത്ര ഒരാൾ പോയി, 2 ആൾ പോയി, 10 ആൾ പോയി, ഒരു ബാച്ചിൽ പഠിച്ചിറങ്ങുന്ന 1000 പേരെങ്ങ് പോയാലും ആ ബാച്ചിന് ആ ഒരു തലമുറയുടെ അവിടെ ഒരു ഷോർട്ടേജ് വന്നു. ഇതിനാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിളിക്കുന്നത്. ആൾക്കാരെ ഒഴുകിപ്പോവാണ്, പല രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു അവരുടെ ഉന്നമനത്തിന് വേണ്ടി. ആരുടെയും കുറ്റമല്ല, അതെല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലൈറ്റ് ആണ്, ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയും. എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്? അതിന്റെ ജോലി ചെയ്യുന്നത് കാശുണ്ടാക്കാൻ, ജീവിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും അവർ അടുത്തടുത്ത ബെറ്റർ പാസ്റ്റേഴ്സ്, നല്ല പുൽമേടുകൾ തേടി പോകാന്ന് പറയും. അതാണ് ശരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പഞ്ചശക്തികളുണ്ട് അതിനെ വിളിക്കുന്നത്. UK, US, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, 5 രാജ്യങ്ങളിൽ കൂട്ടിക്കും. ജർമ്മനി ഞാൻ തൊള്ളാണ്. പക്ഷെ ജർമ്മനി ആരും ഒരു വലിയ ഇത്തരം ടൈപ്പിലുള്ള ജോലികൾക്ക് വെൽക്കം ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ട ഒരു കൺട്രിയായിട്ട് ഇപ്പോഴും അങ്ങോട്ട് വെൽക്കം ആയിട്ടില്ല. എന്നാൽ ഇപ്പം ജർമ്മനി നാട്ടിലൊക്കെ ഒന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജർമ്മനി അങ്ങനത്തെ കണക്കൂട്ടിനകത്തില്ല. ഈസിയായിട്ട് ഈസി ഗോയിങ് ആയിട്ട് ചെന്ന് കയറാൻ പറ്റുന്ന വാതിൽ തുറന്നിട്ട് ഒരു കൺട്രിയായിട്ട് ജർമ്മനി ആരും കാണാറില്ല. ഇതിലും വലിയ ഇതിലും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, പൈസ ഉള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ ഈ 5 രാജ്യങ്ങളാണ് മെയിനായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന രാജ്യങ്ങൾ എന്ന് പറയും. വെറുതെ അല്ല കേട്ടോ, അവർ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. നാട്ടിലെ ഒരു നേഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും മാക്സിമം? ഒരു 3000 രൂപ, 5000 രൂപ പോട്ടെ, 20,000 രൂപ വെച്ചു. 20,000 രൂപയ്ക്ക് ഒരു മാസം വർക്ക് ചെയ്യുന്നപോലെ അവരുടെ തന്നെ ചിലവ് കഴിഞ്ഞപ്പോൾ കൈ കൊണ്ട് 1000 2,000 രൂപ കൈ ബാക്കി നടത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ പുള്ളിക്ക് UK അല്ലെങ്കിൽ ഗൾഫിൽ പോകാനായിട്ട് ചാൻസ് കിട്ടുന്നതാണ്. ഗൾഫ് പിന്നെ പണ്ട് മുതലേ ഓപ്പണായി കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഞാൻ ഇതിനെ എടുത്ത് പറയാത്തത്. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞപ്പം മുതൽ ഗൾഫിനകത്തോട്ട് നമ്മൾ പേപ്പർ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് ലൈസൻസ് എടുത്ത് പോകുന്ന പോലത്തെ ഒരു ഡ്രെയിൻ അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം UK വാതിൽ കൊണ്ട് തുറന്നിട്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ പഠിത്തം നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം മതി, ബാക്കി മൊത്തം ഞങ്ങൾ ഏറ്റും, നേരെ കയറിപ്പോയി. ട്രെയിനിങ് മുതലുള്ള ഞങ്ങൾ തരും, നിങ്ങൾക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ തരും, താമസം ഞങ്ങൾ തരും, എല്ലാം ഞങ്ങൾ തരും. ഇത്രയും നാളില്ലായിരുന്നു, ഇത്രയും നാളിങ്ങനെ സംഭവം ഓടിച്ചില്ല. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന കൂടി ആൾക്കാരുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സും വരുന്നതും ഇത്ര ഈസി ഒന്നും അല്ലായിരുന്നു, സമയം എടുക്കുമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം ഈസിയാക്കി. ഒരു മാസം 2 മാസം കൊണ്ട് രജിസ്ട്രേഷൻ എടുത്തിട്ട് പണവും കയറി വരാൻ പറ്റുന്ന, വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചെലവ് വരെ റീംബേഴ്സ് ചെയ്ത് കിട്ടുന്ന ലെവലിലോട്ട് ഇവിടുത്തെ ഹെൽത്ത് ഫീൽഡ് ഓപ്പൺ ചെയ്യപ്പെട്ടു. UK ഇങ്ങനെയാണ്. ഇപ്പൊ UK കണ്ടുകൊണ്ട് ഓസ്ട്രേലിയ തുടങ്ങി, ന്യൂസിലൻഡ് അന്നേരം തന്നെ തുടങ്ങി. UK ആ സംഭവം തുടങ്ങി പകുതിയായപ്പോൾ തന്നെ ന്യൂസിലൻഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു.
ഇതിനിടയ്ക്ക് കിടക്കുന്ന രാജ്യമാണ് അയർലൻഡ്. അയർലൻഡിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ള സിറ്റുവേഷൻ നിൽക്കുന്നതിന്റെ കാരണം അവർക്ക് ഇത്രയും വർക്ക് ഫോഴ്സിന്റെ ആവശ്യമില്ല. അവരൊരു ലിമിറ്റഡ് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ അവർ എപ്പോഴും ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത് എന്നും അവരങ്ങനെ തന്നെയായിരുന്നു. 2 വർഷം കൂടുമ്പോൾ ഓപ്പൺ ചെയ്യുക, വീണ്ടും ക്ലോസ് ചെയ്യുക, വീണ്ടും അവർക്ക് ആവശ്യം വരുമ്പോൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തൊരു മാർക്കറ്റായിരുന്നു അവരുടേത്. എന്നാൽ ഈ രാജ്യങ്ങൾ അങ്ങനെയല്ല, കിട്ടാവുന്നത്ര ആൾക്കാർ എടുത്തു എന്നാണ് പറഞ്ഞത്. UK ആയിക്കോട്ടെ, അമേരിക്കയിലെന്ന് വന്നു കേട്ടോ. അമേരിക്കയും ഈ പറഞ്ഞതിനകത്ത് ചാടിക്കേറി വഴികൊണ്ട് വരുന്നവരെല്ലാം പോരെ എന്നുള്ള സിറ്റുവേഷൻ അമേരിക്ക കൊണ്ടുവന്നില്ല. എന്നാൽ UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ, കാനഡ, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ കഴിവതും എല്ലാ തരത്തിലുള്ള നിയമനങ്ങൾക്കും ഇതുപോലത്തെ ഓപ്പണിങ്ങുകൾ ഭയങ്കരമായിട്ട് ഉണ്ടാക്കി കൊടുത്തു. നിയമങ്ങളൊക്കെ ലഘൂകരിച്ചു കൊടുത്തു. ആൾക്കാർക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി എല്ലാത്തിനും സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തു. സംഭവിച്ചത് ഇതുപോലത്തെ വൾണറബിൾ നേഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒത്തിരിയേറെ വർക്ക് ഫോഴ്സ് ആവശ്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ ട്രെയിൻ ചെയ്യപ്പെട്ട പ്രൊഫഷണൽസ് മുഴുവൻ ഇത്തരം രാജ്യങ്ങളിലേക്ക് ഒഴുകി. കാരണം അതുപോലെ ഫ്രീ ആണ് പറഞ്ഞത്. ഫ്രീ 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 എന്ത് ചോദിച്ചാലും അവിടെ എല്ലാം ഫ്രീ പാക്കേജ് കൊടുത്തോണ്ടിരിക്കുക. ഇത് ഫ്രീ, അത് ഫ്രീ, മറ്റേത് ഫ്രീ, നിങ്ങൾക്ക് ജീവിക്കണ ഫ്രീ, കഴിക്കാൻ ഫുഡ് വേണം, അതുവരെ ഫ്രീ. ഓട്ടോമാറ്റിക്കായിട്ട് ആള് വരും. അങ്ങനെ ആള് വന്ന് കയറി നിറഞ്ഞു പോകുന്ന രാജ്യങ്ങളിലേക്ക് ഇത് കടന്നു. ഈ ICN പറയുന്നത് അർജന്റായിട്ട് ഇത്തരം സംഭവങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. സംഭവിക്കാൻ പോകുന്നത് ഇത്തരം രാജ്യങ്ങൾക്കകത്തൊരു വലിയ ഗ്യാപ്പ് വരാൻ പോവുകയാണ് ഹെൽത്ത് ഫീൽഡിൽ. മറ്റുള്ള ഏത് ഫീൽഡിനെക്കാളും അവർ പറഞ്ഞ ഹെൽത്ത് ഫീൽഡിലാണ്. ഹെൽത്ത് ഫീൽഡിൽ നേഴ്സുമാരുടെ ഒരു വമ്പ ഷോർട്ടേജ് വരാൻ പോകുന്നു അടുത്ത 10 വർഷത്തിനകത്ത്. കാരണം ഇനി ഈ രാജ്യങ്ങൾക്ക് വേണ്ട വർക്ക് ഫോഴ്സിനെ അവർ എടുത്തു കഴിഞ്ഞ് അവരിനി ഈ പറഞ്ഞ പോലെ ഓടിവായോ, ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ ഓടിവായ എന്നുള്ള സംഭവം കൊണ്ടുവരത്തില്ല. അത് ഇപ്പം തന്നെ നമുക്കറിയാം. NHS റിക്രൂട്ട്മെന്റ് ഏതാണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെയാണ്. എപ്പോഴെങ്കിലും ബേസിക്കലി ഇതിനകത്തെ കളി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ആൾക്കാരെയൊക്കെ അവർക്ക് കിട്ടി. ഇനി അടുത്തൊരു 10 വർഷം പുറകോട്ട് കസേര ചാരിയിട്ടൊക്കെ ഇരുന്നാൽ മതി. ഇവിടെ ഉള്ളവർ പട്ടിപ്പണി പണി ഈ സംഭവം ഓടിച്ചു കൊടുക്കും. അതാണ് UK ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി. ഞാൻ UK കുറിച്ച് എടുത്തു പറയുവാണ്. UK ഇവിടെ വന്നിട്ട് UKയുടെ പിൻ നമ്പർ കിട്ടിയ നേഴ്സിനെ അടിച്ചുകൊണ്ട് പരിപാടിയാണ് ഓസ്ട്രേലിയ കാണിച്ചത്. ഇവിടെ പിൻ നമ്പർ ഉണ്ടെങ്കിൽ ആരോടും ഒന്നും ചോദിക്കേണ്ട, ഓടിവായോ, നിങ്ങളുടെ ഇവിടുത്തെ പട്ടിക്കുഞ്ഞിന്റെ ടേബിള് അങ്ങോട്ട്, പട്ടിക്കുഞ്ഞിന്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് വരെയുള്ള ചാർജ് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാണ് ഓസ്ട്രേലിയ കഴിഞ്ഞ 2 വർഷം ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പൊ എല്ലാവരും, ആരും മോശമൊന്നുമില്ല, എല്ലാവരും പിടിച്ചു പറിക്ക് എടുക്കരുത് തന്നെയായിരുന്നു. എല്ലാവരും അവനവന് വേണ്ട സ്റ്റാഫ്, അവനവന് വേണ്ട എണ്ണത്തെക്കാട്ടിൽ കൂടുതൽ സ്റ്റാഫിനെ സ്റ്റോക്ക് ചെയ്തു എന്നുള്ളതാണ് വെപ്പ്. ഇത് സംഭവിക്കുന്ന അപകടം എന്നാന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ അയ്യോ വെസ്റ്റേൺ കൺട്രീസ് മുഴുവൻ ഈ ഓപ്പണിങ് അവസരങ്ങൾ ഇങ്ങനെ ചാകര പോലെ കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിള്ളേരുകളല്ലേ ഇപ്പൊ നാട്ടിലത്തെ ഒരു വലിയ ട്രെൻഡാണ് കേൾക്കുന്നത്. നാട്ടിൽ തമിഴ്നാട് പോലത്തെ സ്ഥലങ്ങൾക്കകത്തൊക്കെ ഓരോരോ മുട്ടക്കാച്ചി കുഞ്ഞിന്റെ മുകളിൽ ഒരു എഞ്ചിനീയറിംഗ് കൂടെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അവിടെ ഒന്നും ചേരാൻ ആളില്ല. കാരണം പിള്ളേരുകളെല്ലാം നേഴ്സിങ്ങിന്റെ പുറകെയാണ്. നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ വിതിൻ 3 വർഷത്തിനുള്ളിൽ നമുക്ക് കടൽ കിടക്കാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ട്രെൻഡിന്റെ ഈ കോഴ്സ് കഴിയണ അവസാനം എന്തുവാ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വെസ്റ്റേൺ കൺട്രീസ് ഈ പറഞ്ഞ ആൾക്കാരെ മൊത്തം വെൽക്കം ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്? ഇല്ല. ഈ പിള്ളേർ പഠിച്ചിറങ്ങുമ്പം അവർക്ക് ജോലി ഇല്ലാത്ത വേറൊരു വലിയ ഗ്യാപ്പ് വരും. കാരണം അവരെ ജോലിക്കാർക്കും വേണ്ട, മറ്റുള്ള കൺട്രികൾക്കോട്ടുള്ള എടുക്കാനുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു. ഈ ICN എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴേ പറയുവാണ് ഇങ്ങനൊരു അവസ്ഥ വരാൻ പോകുന്നു. വൾണറബിൾ കൺട്രീസിനകത്ത് അവരുടെ സ്റ്റാഫിനെ, അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ചെയ്യപ്പെട്ട സ്റ്റാഫിനെ അവർക്ക് ഇല്ലാതായി പോകും. സ്റ്റാഫില്ല. കാരണം ഓൾറെഡി മറ്റുള്ള രാജ്യങ്ങൾ അവർ എടുത്തുകൊണ്ട് പോയി. പുതുതായിട്ട് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരും. എന്നാൽ അവർക്ക് അതിനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ടോ? ഇല്ല. എക്സ്പെർട്ടൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ ഒരു വലിയ ഗ്യാപ്പ് വൾണറബിൾ കൺട്രീസ് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണും ഇതുപോലെ നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരുകൾ. നമ്മുടെ ചുറ്റും കാണും ഈ പറഞ്ഞ പോലെ വെടിരാജ്യത്തേക്ക് മാത്രം ലക്ഷ്യമിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരെ. പിന്നെ നമുക്ക് കേരളത്തെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇപ്പം പഠിച്ചിറങ്ങുന്ന പ്രീ-ഡിഗ്രി +2 പഠിച്ചിറങ്ങുന്ന പിള്ളേർ വരെ, അല്ലെ +2 കഴിയുന്ന പിള്ളേരുടെ എല്ലാ ലക്ഷ്യം അന്നേരം കാനഡ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ജർമ്മനി, ഇത് അങ്ങനെയാണ് പിള്ളേർ പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് ഇതും ഒരു അവയർനെസ് ആയിട്ട് കൂട്ടുക. ഇതാണ് അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ വന്നേക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം. അൺപ്രഡിക്റ്റബിൾ ആണ് എന്നും. കാരണം ഒരു കോവിഡ് വരുമെന്ന് ആരും ഓർത്തില്ല. കോവിഡ് വന്നപ്പോഴാണ് എല്ലാവർക്കും നേഴ്സുമാരെയും ഡോക്ടർമാരെയൊക്കെ വഹാവൂ ഇവരൊക്കെ ദൈവങ്ങളാണ് എന്നൊരു സിറ്റുവേഷനിലോട്ട് പോയത്. അതുവരെ ഇതൊക്കെ അപ്പികോരി നടക്കുന്ന അല്ലെങ്കിൽ കുണ്ടി തുളച്ച് നടക്കുന്ന ആൾക്കാർ എന്നായിരുന്നു നേഴ്സുമാരെ കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളമാരെ കുറിച്ച് അതിലും താത്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിലയൊക്കെ വന്നു. ഇവിടുത്തെ കാര്യമല്ല, പൊതുവെയുള്ള രാജ്യങ്ങളെ കുറിച്ച് പറയുകയാണ്. സ്റ്റിൽ ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അടുത്ത ജനറേഷൻ സഫർ ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ടുള്ള ചില്ലറയായിരിക്കില്ല. കാരണം ഞാൻ അത്തരം ഒരു തലമുറയിൽ നിന്ന് വന്നതാണ്. ഞങ്ങളുടെ കാലത്ത് നേഴ്സിംഗ് ഭയങ്കര ട്രെൻഡായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ മെയിൽ നേഴ്സുമാരെ ഒരു പട്ടിക്കുഞ്ഞിനും വേണ്ട, അങ്ങോട്ട് പൈസ കൊടുത്താണ് എക്സ്പീരിയൻസ് എടുത്തുകൊണ്ടത്. പല ഹോസ്പിറ്റലുകളും എടുക്കില്ല, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം എക്സ്പീരിയൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങളുടെ കൂടുതലൊക്കെ പലരുമുണ്ട്. അങ്ങോട്ട് 2000 രൂപ, 5000 രൂപ, 10000 രൂപ കൊടുത്ത് നല്ല ഹോസ്പിറ്റലിൽ തന്നെ 10000 രൂപ കൊടുക്കണമായിരുന്നു. മാസം അങ്ങോട്ട് കൊടുക്കണം, സാലറി ഇല്ല. അങ്ങനെ കയറിയ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്.
അപ്പം ഈ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ കുറെ പേര് രക്ഷപ്പെട്ടു, കുറെ പേര് ഈ പരിപാടിയെ നിർത്തിപ്പോയി. കാരണം വെളിയിലോട്ട് രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവർ ഇത് കംപ്ലീറ്റ് എടുത്ത് നിർത്തിപ്പോയി, വേറെ ജോലികളിലേക്ക് മാറിപ്പോയി. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണോ എന്നൊരു സംശയം കണ്ടതുകൊണ്ട്, ഇങ്ങനൊരു ന്യൂസ് കേട്ടതുകൊണ്ടും ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ ഓക്കെ.